പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTC ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിക്കുന്നു. മന്ത്രിമാരായ കെ രാജൻ, KB ഗണേഷ് കുമാർ, മേയർ ഉൾപ്പെടെ ആദ്യ യാത്രയിൽ പങ്കെടുത്തു. തൃശൂർ നഗരത്തിൽ നിന്നാണ് ബസ് സർവീസ് തുടങ്ങുന്നത്. ലോക ടൂറിസം ഭൂപടത്തിൽ പൈതൃകം കൊണ്ടും ആഘോഷം കൊണ്ടും അടയാളപ്പെടുത്തിയതാണ് തൃശൂർ നഗരത്തെ. എന്നാൽ തൃശൂരിൽ മറ്റൊരു ആകർഷണം കൂടി എത്തുകയാണ്. അത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ആ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഈ മാസം തുറക്കാനിരിക്കെ മറ്റൊരു സംഭവം കൂടി, അതായത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTCയുടെ ഡബിൾ ഡക്കർ ബസ് സർവീസ് ആരംഭിക്കുകയാണ്. അതിന്റെ ആദ്യ സർവീസിൽ മന്ത്രിമാരായ കെ രാജനും ഒപ്പം തന്നെ KB ഗണേഷ് കുമാറും യാത്ര ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഡബിൾ ഡക്കർ ബസ് തുറന്ന ഒരു ഡബിൾ ഡക്കർ ബസ് എന്ന ആശയം അദ്ദേഹം തന്നെ തിരുവനന്തപുരത്തും എറണാകുളത്തും പരീക്ഷിച്ചു. തിരുവനന്തപുരത്ത് വലിയ മെഗാ സംഭവമായി. ഇപ്പോഴും ആളുകൾക്ക് എവിടെയും കയറി ഇറങ്ങാൻ ഡബിൾ ഡക്കറിൽ കയറാമെന്നുള്ളൊരു ചിന്ത കൊണ്ടുവന്നു. അങ്ങനെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിനകത്തേക്ക് നമുക്ക് ഇലക്ട്രിക്കൽ ബസ്സുകൾ വേണ്ടതുമായി ബന്ധപ്പെട്ട് ഞാനും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും തമ്മിൽ കൂടിയൊരു യോഗത്തിൽ ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഡബിൾ ഡക്കർ ബസ് ഏതൊക്കെ നഗരത്തിൽ ഇറക്കിയേണ്ടോ അതെല്ലാം ഹിറ്റാണ്. 100% ഞാൻ പറയാം, തൃശ്ശൂരിൽ വരുന്ന ഈ ഒരു ഓപ്പൺ ബസ് ഒരു സക്സസ് ആയിരിക്കും. കാരണം ഇത് കുറച്ച് ഇപ്പോൾ നമ്മൾ ഈ ട്രയൽ നോക്കുന്ന ഈ കേബിളുകൾ, TV കേബിളുകളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അതൊന്ന് റിമൂവ് ചെയ്യണം, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അത് മാർക്ക് ചെയ്തതിനു ശേഷം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരുണ്ട്, അവരത് മാറ്റിത്തരും. ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം 350 ഏക്കറിൽ 6.5 കിലോമീറ്റർ റോഡിൽ ഒരു വലിയ പാർക്ക് വരുമ്പോൾ ഇലക്ട്രിക് ബസ് എന്നുള്ളൊരു സാധ്യത, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു നിലവിലെ സ്ഥിതി? ചർച്ചകൾ പുരോഗമിക്കുകയല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അതിന് ഓർഡർ തന്നെ ഇട്ടു. ഇലക്ട്രിക് ബസ്സായിരിക്കും. ഇലക്ട്രിക് ബസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് KSRTC ഇലക്ട്രിക് ബസ് കൊടുക്കും. KSRTC ഇലക്ട്രിക് ബസ് കൊടുക്കും. അതാണ് തീരുമാനം. ഇപ്പോൾ വന്നു, തീരുമാനം എടുത്തു കഴിഞ്ഞു നേരത്തെ. കാരണം അതിനകത്ത് 3 ഇലക്ട്രിക് ബസ് ഓടിക്കാൻ തീരുമാനിച്ചു. അത് പിന്നെ മിനിസ്റ്ററുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഫോറസ്റ്റ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പോൾ തന്നെ 3 ഇലക്ട്രിക് ബസ് കൊടുക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് 3 ഇലക്ട്രിക് ബസ് ഇവിടെ വരും. അത് ഉണ്ട്, വരും. അത് മാറ്റമില്ല, അതിലൊന്നും ഒരു പറഞ്ഞാൽ മാറില്ല. വലിയ പ്രതീക്ഷയുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാര പ്രേമികൾക്കുമെല്ലാം വലിയ ആവേശമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നൽകുന്നത്. 350 ഏക്കറിൽ ഡിസൈനർ സുവോളജിക്കൽ പാർക്ക്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തേതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തേതുമായ ഏറ്റവും വലിയ പാർക്കാണ് ഒരുങ്ങുന്നത്. ഉദ്ഘാടനം ഈ മാസം 28-ന് മുഖ്യമന്ത്രി നിർവഹിക്കും എന്നുള്ളതാണ്. ആ രീതിയിലാണ് ക്രമീകരണങ്ങളുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.